കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. അതിന് ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ഞാൻ അനാഥയാ മോളെ. എന്റെ അച്ഛനും അമ്മയും ദൈവവും എല്ലാം മാഡോ. എനിക്ക് ഈ ലോകത്ത് കടപ്പാടുള്ളത് മാഡത്തോട് മാത്രം. അല്ല, ആരെ വിളിക്കാനാ മോള് ഫോൺ ചോദിച്ചത്? വാര്യരംഗലിന്. എനിക്ക് അച്ഛന്റെ സ്ഥാനത്തുള്ള ആളാ. അച്ഛന്റെ സ്ഥാനമല്ലേ ഉള്ളൂ, അച്ഛനല്ലല്ലോ. എല്ലാവരും കൈയൊഴിഞ്ഞു കുട്ടി. ഇനി എന്തിനാ അവരെ വിളിക്കുന്നത്? കഷ്ടപ്പാട് പറയാനാണോ? ഒരു പരിധി കഴിയുമ്പോ അത് അവർക്ക് ബുദ്ധിമുട്ടാവും. വിളിക്കണം, എല്ലാവരെയും വിളിക്കണം. അത് പക്ഷേ ഇപ്പോഴല്ല, നല്ല നിലയിലെത്തുന്ന ഒരു സമയം വരും. അപ്പോ പുതിയ ഒരാളായി അവരുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് ചെന്നിറങ്ങണം നമുക്ക്. അത് കണ്ട് ഒന്ന് ഞെട്ടണം എല്ലാവരും. അന്നേരം ഫോൺ പിടിക്കാനും കാറിന്റെ ഡോറ് തുറന്നു തരാനും ചിലപ്പോ രുക്കു ആയിരിക്കും കൂടെ. ആരെങ്ങോന്ന് ഓർത്തു നോക്കി. രുക്കു എന്ത് പറഞ്ഞു? എനിക്ക് മൊബൈൽ ഫോൺ ഇല്ലെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ചോന്നറിയില്ല. ലാൻഡ് ഫോൺ ലോക്ക് ചെയ്തിരിക്കല്ലേ? അതെ. ഒരു വാര്യരെ കുറിച്ച് പറഞ്ഞില്ലേ, അയാളെ വിളിക്കാനാ പോലും ഫോൺ ചോദിച്ചത്. ആരെയായാലും വിളിച്ചിട്ട് ഇവിടെ സുഖമാണെന്ന് പറയാനായിരിക്കില്ല. ഇവിടെ അവൾ 100% ഓക്കെ ആണെങ്കിൽ ഒരാളെയും വിളിക്കാൻ ശ്രമിക്കില്ല. അതാണ് സൈക്കോളജി. മാഡം പറയൂ. അത്രയും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തതിൽ ഗംഗയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എന്തിനാണ് ഇത്രയൊക്കെ എന്നാ ചോദ്യം. സാധാരണ പ്രലോഭനങ്ങളിൽ വീഴുന്ന ഒരു പെൺകുട്ടിയല്ലവൾ. പെട്ടെന്ന് കെണിയിൽ വീഴ്ത്താനും പറ്റില്ല. ഇപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഒരു ഷെൽട്ടറാണ്. തൽക്കാലത്തേക്ക് തങ്ങാൻ സുരക്ഷിതമായൊരിടം. അങ്ങനെ ആർക്കെങ്കിലും വെറുതെ ഒരു ഇടത്താവളം ഒരുക്കാനിരിക്കുകയല്ല ഞാൻ. വിമലാമേനോന്റെ ബംഗ്ലാവ് ഒരഭയാർത്ഥി ക്യാമ്പല്ല.
രക്ഷപ്പെട്ട് ഇവിടെ വന്നൊന്ന് ശ്വാസം നേരെയായപ്പോഴേക്കും സംശയം തുടങ്ങിയിരിക്കുന്നു. അത് നല്ല ലക്ഷണമല്ല. ഇനി ഫോൺ ചോദിച്ചാൽ കൊടുക്കണോ മാഡം? കൊടുത്തിട്ട് ആരോടാണ് എന്താണ് സംസാരിക്കുന്നതെന്ന് ഞാൻ വാച്ച് ചെയ്യാം. വേണ്ട. എപ്പോഴും നിന്റെ കണ്ണ് അവളുടെ പിന്നാലെ ഉണ്ടായിരിക്കണമെന്നില്ല. നിന്റെ കണ്ണ് വെട്ടിച്ചവൾ ഫോൺ ഉപയോഗിച്ചെന്നിരിക്കും. അതുകൊണ്ട് ആ സഹായം വേണ്ട. പക്ഷെ ഒരു കാര്യത്തിൽ രുക്കു അലേർട്ടായിരിക്കണം. ഗംഗ പുറത്തൊരാളുമായി ഇനി ബന്ധപ്പെടാൻ പാടില്ല. ശരി മാഡം. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതും ഉണ്ടാവരുത്. അതിനെ ശ്രമിക്കാൻ പോലും അവൾക്ക് തോന്നരുത്. അതായത് ഗംഗ സദാസമയവും രുക്കുവിന്റെ നിരീക്ഷണത്തിലായിരിക്കണം. മനസ്സിലായോ? യെസ് മാം. ശരി, പൊയ്ക്കോ. ഇടയ്ക്ക് ഈച്ചയുടെ ശല്യമില്ലായിരുന്നു, പിന്നെയും തുടങ്ങി. എത്ര വൃത്തിയാക്കിയിട്ടാലും ഈച്ച വരും. നമസ്കാരം. നമസ്കാരം. വാര്യർ സാറ് ഉണ്ട്. സാറിനെ അറിയാമെങ്കിലും എനിക്ക് വീടത്ര നിശ്ചയമില്ലായിരുന്നു. ആദ്യമായിട്ട് ഇവിടെ വരുന്നതേ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ക്ഷമിക്കണം, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. എൻ്റെ പേര് സാജൻ. സാജൻ? ചെറിയ ചിട്ടി ബിസിനസ്സും ഫിനാൻസ് ഇടപാടും ഒക്കെ ഉണ്ട്. സ്നേഹമുള്ളവര് സാജൻ എന്നുള്ള പേര് പരിഷ്കരിച്ചാണ് എന്നെ വിളിക്കുന്നത്. അത് പറഞ്ഞ ചിലപ്പോ അറിയുമായിരിക്കും. ബ്ലേഡ് സാജൻ. ബ്ലേഡ് സാജൻ? അതെ, അത് ഞാനാണ്. ഇപ്പൊ വന്നത്? വാര്യർ സാറിനെ ഒന്ന് കാണണമായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? സാമ്പത്തികം തന്നെ. സാമ്പത്തികോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സാറിനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അല്പം തിരക്കുണ്ടേ. സാമ്പത്തിക ഇടപാടെന്നൊക്കെ പറയുമ്പോ? അയ്യോ, ബിസിനസ് കാര്യമാകുമ്പോൾ അത് സ്വകാര്യമാണ്. ഞാൻ സാറുമായി സംസാരിച്ചോളാം. ഒന്ന് വിളിച്ചാട്ടെ. ആരാ രുക്മിണി വന്നത്? ബെല്ലടിക്കുന്ന കേട്ടല്ലോ. ഒരു വിരുന്നുകാരനാ. വിരുന്നുകാരനോ? അതാരാ? ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. വരാൻ ആരെങ്കിലും ഉണ്ടോ? ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? രുക്മിണിക്ക് എന്താ ഒരു ഗൗരവം? വളച്ചു കെട്ടില്ലാതെ ചോദിക്കാം. ബ്ലേഡ് സാജന്റെ കയ്യിൽ നിന്ന് എത്ര രൂപയാ വാങ്ങിയത്? ബ്ലേഡ് സാജന്? എന്താ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കണ്ടു. മുൻവശത്ത് വന്ന് നിപ്പുണ്ട് വാര്യർ സാറിനെ കാണാൻ. എത്ര രൂപയുടെ ഇടപാടാ നിങ്ങൾ തമ്മില്? രുക്മിണിക്ക് എന്താ? ഞാൻ ഒരു ബ്ലേഡുകാരനോടും പണം വാങ്ങിയിട്ടില്ല. പിന്നെ എന്തിനാ അയാൾ ഇവിടെ വന്നത്? ഞാൻ ചോദിച്ചപ്പോ സാമ്പത്തിക ഇടപാടാണെന്ന് പറഞ്ഞല്ലോ. എന്നോട് അതിനെ പറ്റി പറയില്ല പോലും. ആ രഹസ്യ ഇടപാട് എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. എനിക്കൊന്നും അറിയില്ല. ഇതെന്തൊരു ഗതികേടാ. വാ ചോദിക്കാം. അത് കൊള്ളാലോ. ഹലോ, ചെക്കോ? ചെക്ക് വെച്ചുള്ള പരിപാടി ഇപ്പൊ ഇല്ലല്ലോ ചേട്ടാ. നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? സ്വർണമോ വീടിന്റെയോ വസ്തുവിന്റെയോ ആധാരമുണ്ടെങ്കിൽ വിളിക്ക്. തുക എത്ര വേണമെങ്കിലും തരും. രാവിലെ പറഞ്ഞാൽ വൈകിട്ട് കാശ് തരും. ശരി ശരി. ഞാൻ മനസ്സിലായി. ഇരിക്കണം. വേണ്ട സാർ, സംസാരിച്ചിട്ട് എനിക്ക് വേഗം പോണം. അല്ല, ഞാൻ നിങ്ങളോട് എപ്പോഴാ പൈസ കടം വാങ്ങിയത്? സാറ് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ല. ചേച്ചി തെറ്റിദ്ധരിച്ചതാ. മുല്ലമുറ്റത്തെ മാധവ മാഷ ഇടപാട് നടത്തി. $5 ലക്ഷം. എനിക്ക് മാർബിളിന്റെ ബിസിനസ് ഉണ്ടേ. അതിന്റെ ആവശ്യത്തിനായി രാജസ്ഥാനിൽ പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോഴാ മാഷി കടുങ്കൈ കാണിച്ച ഊര് പറഞ്ഞത്. കഷ്ടമായി പോയി എന്ന് കരുതി എനിക്ക് എന്റെ കാശിന്റെ കാര്യം മറക്കാൻ പറ്റുമോ? മാധവ മാഷി തന്നെയാണോ സാജന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്? അതും 5 ലക്ഷം രൂപ. അതെന്താ വാര്യർ സാർ അങ്ങനെ ചോദിച്ചത്? ഇത് കുട്ടികളിയാണോ? 500 5,000 അല്ല, 5 ലക്ഷത്തിന്റെ കേസാ. കൃത്യമായ കണക്കുകളുണ്ട് എന്റെ കയ്യില്.
എല്ലാ മാസവും കൃത്യമായി പലിശ അടച്ചുകൊള്ളാമെന്നാ വാക്ക്. മാസപലിശയുടെ സമയമല്ലേ. മാധവും മാഷും വാര്യർ സാറുമായിട്ടുള്ള ബന്ധം എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. സാറ് പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭർത്താവ് മരിച്ച ഭാര്യയോടാ ചോദിക്കേണ്ടത്. പക്ഷേ മാഷിന്റെ ഭാര്യയ്ക്ക് വട്ടാണെന്നറിഞ്ഞു. ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ആരോടാ ചോദിക്കേണ്ടതെന്ന് സാറ് പറയുക. മാഷിന്റെ മകളുടെ ഭർത്താവുണ്ട്, രമേശൻ. ആ, SI ബാഹുലയൻ സാറിന്റെ മകനല്ലേ? എനിക്കറിയാം പാർട്ടിയെ. അവിടെ ചെന്ന് ചോദിച്ചാൽ മതി. മാഷുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് അടുത്ത ബന്ധുക്കൾ എന്ന നിലയിൽ അവരാണ്. മകനുണ്ടെങ്കിലും SI ആണ് അവിടെ ഭരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കിപ്പോ ആരായാലും വേണ്ടില്ല, മുതലും പലിശയും കിട്ടണം. പിന്നെ ഞാനാണ് നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞയച്ചെന്നുള്ള കാര്യം ഇപ്പൊ ബാഹുലേൻ അറിയണ്ട. ഒന്നും ഉണ്ടായിട്ടല്ല. മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ. ചേച്ചിയെ, അപ്പോ ശരി. $5 ലക്ഷം ഇന്ന് കൊടുക്കാമെന്ന് ശാരദ ഗീതയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്. അവിടെ അപ്പോഴേ രമേശിനെ വിളിച്ചു പറഞ്ഞു. പണം റൊക്കമായി വാങ്ങാൻ ഇന്നവൻ വരും. ശാരദയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പൈസ ബാങ്കിൽ കിടപ്പുണ്ടെന്ന് അവള് വിചാരിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു ബുദ്ധിമോശം മാഷ് കാണിക്കുമെന്ന് ശാരദാമ്മയ്ക്ക് ചിന്തിക്കാൻ പറ്റുമോ? 1 2 അല്ല, രൂപ 5 ലക്ഷം. എവിടെ നിന്നെങ്കിലും വായ്പ കിട്ടുമോ എന്ന് ഞാൻ ആലോചിച്ച് നോക്കി. ഒരു പോംവഴിയും കാണുന്നില്ല. ഓപ്പറേഷൻ കുബേര വന്ന പിന്നെ പലിശയ്ക്ക് കൊടുക്കുന്നവരെല്ലാം പിൻവലിഞ്ഞു. ആരും അടുക്കുന്നില്ല. അല്ലെങ്കിലും പലിശയ്ക്ക് പണം കടമെടുത്താൽ അത് പിന്നെ ബാധ്യതയാവും. കൊള്ള പലിശ കൊടുത്തു മുടിയും. ഒരാളുടെ കയ്യിൽ പണമുണ്ട്. അതെ, അയാൾ ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം എന്താ? എനിക്ക് മനസ്സിലായില്ല. രുക്മിണി കേട്ടതായിരുന്നില്ലേ? എനിക്കും അത്രേ അറിയൂ. ഗംഗയുടെ കല്യാണ ആവശ്യത്തിനും ഗീതയ്ക്ക് കൊടുക്കാനുള്ള പണവും ബാങ്കിലുണ്ടെന്ന് ശാരദേച്ചി പറഞ്ഞതാണല്ലോ. അല്ല, നിങ്ങളുടെ ബാങ്കിലല്ലായിരുന്നു അത്? അല്ല, മാഷിന് കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അവിടെയാ പണം ഇട്ടിരുന്നത്. പലിശ കൂടുതൽ കിട്ടും. ഇത്രയും വലിയൊരു തുക ഒരാളോട് കടമെടുത്തെങ്കിൽ അത് ശാരദേച്ചിയോട് പറയാതിരിക്കോ? മാഷ് ഇക്കാര്യം ഒന്നും സൂചിപ്പിച്ചിരുന്നില്ലേ? നിങ്ങൾ തമ്മിൽ രഹസ്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. സൂചിപ്പിച്ചെങ്കിൽ ഞാനത് മറച്ചു വെക്കും രുക്മിണി. പിന്നെ ഇത് എന്ത് കഥയാ? അതും 5 ലക്ഷം രൂപ. എനിക്കും അതാണ് അറിയാത്തത്. നല്ല ആളിന്റെ അടുത്തേക്കാ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അയാൾക്ക് അവിടെ നിന്നും 5 പൈസ കിട്ടാൻ പോകുന്നില്ല. ബാഹുലയം പിടിച്ച് അറസ്റ്റ് ചെയ്യാതിരുന്നാ മതിയായിരുന്നു. എന്നാലും ഇത് ആയിരത്തിന്റെ 5 കെട്ടുകൾ, പുത്തമ്മണം മാറാത്ത 5 ലക്ഷം രൂപ. എന്റെ ഈ കൈകൊണ്ടാ ഞാൻ പണം അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. മാധവൻ മാഷ കാര്യം തന്നെയാണോ ഈ പറയുന്നത്? മുല്ലമുറ്റത്ത് മാധവ മാഷ് എന്ന് പറയുന്ന ഒരാളല്ലേ ഉള്ളൂ. ആത്മഹത്യ ചെയ്ത ആൾ. ആ പുള്ളി തന്നെയാണ് എന്റെ കയ്യിൽ നിന്ന് രൂപ 5 ലക്ഷം വാങ്ങിയത്. അതെ, വല്ലവനും കാശ് വാങ്ങിയതിന് ഇവിടെ വന്ന് ചോദിക്കുന്നത് എന്താ ന്യായം? അതെ, നിങ്ങളും മാഷിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെന്നുള്ള ന്യായം. ഓ, ഇത്രയടുത്ത ബന്ധമുള്ള ആരും അവർക്കില്ലെന്നും എനിക്കറിയാം. ഇങ്ങനൊരു ഏഷണി പറഞ്ഞ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് ആരാന്നൊന്ന് പറ. ഞാനേ ഉട്ടോപ്പിയെന്നൊന്നും വന്നതല്ല ചേച്ചി. ഈ ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരെ എല്ലാം ഒരുമാതിരി എനിക്കറിയാം. എന്നാലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ ഇയാളോട് 5 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. ഉണ്ടോ? ഒരു SIയുടെ വീട്ടിൽ കയറി വന്നാ സംസാരിക്കുന്ന ഓർമ്മ വേണം. അതുകൊണ്ടാ ചേച്ചി ഞാൻ ഈ ഭാഷയിൽ സംസാരിക്കുന്നത്. SI അല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും മുകളിലെന്നാ എന്റെ അറിവേ. അത് പോട്ടെ, നമ്മൾ തമ്മിൽ ഈ വിഷയത്തിലുള്ള 1ാം വട്ട ചർച്ചയാണത്. വീണ്ടും കാണുമ്പോ ഇതായിരിക്കില്ല ഈണം
സംസാരിച്ച് അധികം അങ്ങ് കിഴക്കോട്ട് പോണ്ട സാധനം. ഞാൻ തന്നോട് പണം വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ പിന്നെ അക്കാര്യം എന്തിന് എന്നോട് പറയണം? എന്റെ 5 ലക്ഷം രൂപ തിരിച്ചു കിട്ടണം. അത് കിട്ടാനുള്ള സോഴ്സ് സാറാ. എങ്ങനെ? സാറിന്റെ മരുമകള് മാഷിന്റെ മകളാ. അത് തന്നെ കാര്യം. എന്താ അല്ലാന്നുണ്ടോ? രണ്ടുപേരും ഇങ്ങനെ കണ്ണി നോക്കി സമയം കളഞ്ഞിട്ട് ഫലമില്ല. സാറിനെ സംബന്ധിച്ചിടത്തോളം മരുമകളുടെ അച്ഛൻ അത്രേ മാധവ മാഷുമായിട്ട് ബന്ധമുള്ളൂ. അതേസമയം മരുമകൾക്കാണെങ്കിൽ അത് സ്വന്തം അച്ഛനാണ്. അദ്ദേഹം വരുത്തി വെച്ച ഒരു കടത്തിന്റെ പേരിൽ ആ കുട്ടിക്ക് ഉത്തരവാദിത്വം ഉണ്ടാകണം. അതുകൊണ്ട് മരുമകളെ വിളിച്ചാട്ടെ, ഞാൻ അയാളുമായി സംസാരിക്കാം. കേട്ടില്ലേ ചേച്ചി? മാധവ് മാഷിന്റെ മകളെ ഇങ്ങോട്ട് വിളിക്കണം. ഗീത ഞങ്ങളുടെ മരുമോളാ, അവളോട് സംസാരിക്കാൻ നിങ്ങൾ ആരാ? എന്നാ പിന്നെ മോനെ വിളിക്കാൻ. അദ്ദേഹം ഇല്ലേ ഇവിടെ? ഇയാളുടെ സൗകര്യത്തിന് വിളിക്കാനിരിക്കുകയല്ലേ എന്റെ മോൻ രമേശൻ. അവൻ ആരാണെന്ന് തനിക്കറിയോ? അറിയാം, വില്ലേജ് ഓഫീസറല്ലേ. അച്ഛനും മകനും ഒക്കെ ഗസറ്റഡ് റാങ്കിലുള്ള ഓഫീസർമാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിങ്ങോട്ട് വന്നത്. അതിന്റെ വരും വരായികൾ ചേച്ചിക്ക് അത്ര മനസ്സിലാവില്ല, സാറിന് മനസ്സിലാവും. ബാഹുലേൻ സാറേ, വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയണ്ട. പണം വാങ്ങാൻ ഞാൻ എപ്പോ വരണമെന്ന് പറഞ്ഞാ മതി. ഇയാൾ കുറച്ച് നേരമായിട്ട് പണം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നു. ആരുടെ കൂടെ വന്ന മാഷ് തന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്? 5 ലക്ഷം രൂപ കൊണ്ടുപോകാൻ എന്തിനാ അധികം പേര്? മാഷ് ഒറ്റയ്ക്കാ വന്നത്. ഓ, ചുരുക്കത്തിൽ കണ്ടവരാരും ഇല്ല. എടോ സാജ, എന്നാ ഞാൻ പറയുന്നു, മാധവ മാഷ് തന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ദൃക്സാക്ഷികളില്ല. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ബ്ലേഡുകാരന്റെ വാക്കുകൾ ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? ഇനി ഇവിടെ ഇരുന്നാലേ അകത്താകാൻ പോകുന്നതേ നീയാ, അപകീർത്തി കേസില്. മനസ്സിലായോ? പ്രശ്നമാവോ സാറേ? പ്രശ്നമായെന്ന് തന്നെ വിചാരിക്കും. കഷ്ടം. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സാജൻ കാശിന്റെ ഇടപാട്. ഒരുപാട് വലിയ പുള്ളികളെ കണ്ടിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ സ്റ്റേഷൻ രേഖകളിൽ അധികം ഒന്നും വന്നിട്ടുമില്ല. സാറിനറിയാലോ, ഞാനും മാധവും മാഷും തമ്മിലുള്ള ഇടപാടിന് സാക്ഷികളില്ല. പക്ഷേ തെളിവുണ്ട്, ശക്തമായ തെളിവ്. നേരത്തെ പറഞ്ഞ 5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത എൻ്റെ ഇതേ കയ്യിലേക്ക് മാഷ് കുറെ രേഖകൾ വെച്ചു തന്നു. അത് കൈപ്പറ്റിയിട്ടാണ് ഞാൻ പണം കൊടുത്തത്. എന്ത് രേഖകളെന്ന് ചോദിച്ചില്ല. പുല്ലമുറ്റത്തെ വീടിൻ്റെയും വസ്തുവിൻ്റെയും ആധാരം, പിന്നെ സാക്ഷാൽ മാധവ മാഷ് പേരെഴുതി ഒപ്പിട്ട സ്റ്റാമ്പ് പേപ്പർ. ചേച്ചിയെ, മുദ്രപത്രം. അത്രയും കടലാസുകൾ ഈടായി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് മാഷ്. ഞെട്ടിക്കഴിഞ്ഞെങ്കിൽ ചോദിക്കുക. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? താൻ ഈ ചെയ്തതേ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. വേണമെങ്കിൽ ക്രിമിനൽ കേസാക്കി. തമാശ പറയാതെ സാറേ, 1-ാം വട്ട ചർച്ച ഇവിടെ അവസാനിക്കുക. രൊക്കം പണം ഇപ്പൊ വേണമെന്നുള്ള ശാഠ്യമൊന്നും എനിക്കില്ല. പക്ഷേ എപ്പോ തരുമെന്നറിയണം. ഒന്നാലോചിച്ച് വെച്ചേക്കണം. ഞാൻ വിളിക്കാം. നേരത്തെ സംഗതി സെറ്റിൽ ചെയ്താൽ നമുക്ക് 2 കൂട്ടർക്കും നല്ലത്. അല്ലെങ്കിൽ 5ന്റെ സ്ഥാനത്ത് 50 ലക്ഷം തരേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പൊ ശരി, വിളിക്കാം.
നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരുത്തൻ, അതും ഒരു ബ്ലേഡുകാരൻ. അവൻ മുഖത്ത് നോക്കി ഇത്രയും തന്റെ ഇടത്തോടെ സംസാരിച്ചിട്ടും നിങ്ങൾ എന്താ സ്ട്രോങ് ആവാതിരുന്നത്? അവനെ അപ്പോഴേ പൊക്കി അകത്തിടരുതായിരുന്നോ? എങ്കിൽ അവൻ അകത്തായി 24 മണിക്കൂറിനകം ഞാൻ പുറത്താവുമായിരുന്നു സർവീസിന്നേ. സൗദാമിനി എന്തറിഞ്ഞിട്ടാ? ഓപ്പറേഷൻ കുബേര വന്നിട്ടും സാജനെ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തിരക്ക് മേലെ വഞ്ചി പോലെ അവൻ പൊങ്ങിക്കിടന്ന് രക്ഷപ്പെടും. അല്ല, എന്നാലും നിങ്ങളൊരു SI അല്ലേ? സാജൻ അർത്ഥം വെച്ച് പറഞ്ഞ ഒരു കാര്യം സൗദാമിനി ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മുകൾ തട്ടിലുള്ള ഒരാളല്ലെന്ന്. അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെറും സബാണെന്ന്. മെയിൻ ഏരിയകളിലാണ് സാജന പിടി. ഉന്നതന്മാരെന്ന് കേട്ടിട്ടില്ലേ? പോലീസിലെയും രാഷ്ട്രീയത്തിലെയും ഉന്നതന്മാരുമായിട്ടാണ് അവൻ ഇടപാട്. നോക്കിയും കണ്ടു നിൽക്കുന്നതാ നമ്മുടെ നിലനിൽപ്പിന് നല്ലത്. അരിശം മൂത്തിട്ട് കരിങ്കല്ലിൽ കടിച്ചാലേ കല്ലിനല്ല പല്ലിനാണ് തകരാറ്. ചുരുക്കത്തിൽ ഏറ്റ പണിയാണ് കിട്ടിയിരിക്കുന്നതെന്നാണോ നിങ്ങൾ പറയുന്നത്? ഓരോ പണിയായിട്ട് തന്നുകൊണ്ടിരിക്കുന്നതേ നമ്മുടെ മോന്റെ സംബന്ധ വീട്ടുകാരാണെന്ന് പറ. ആദ്യം ഗീതയുടെ അനിയത്തി വക പണി ഒളിച്ചോട്ടം, പിന്നെ ഗീതയുടെ അച്ഛന്റെ വക പണി ആത്മഹത്യ, മൂന്നാമത് ഗീതയുടെ അമ്മ സ്പോൺസർ ചെയ്ത പണി ഭ്രാന്ത്. ഇപ്പതേ തന്തപ്പടി വക അടുത്ത ഐറ്റം 5 ലക്ഷം രൂപ. ഇത് പക്ഷെ ഒടുക്കത്തെ പണിയായിപ്പോയി. ഇരുട്ടിന് ശേഷം വെളിച്ചം, രാത്രിക്ക് ശേഷം പകൽ. ഈ ലോക നിയമം ഗംഗയ്ക്ക് ബാധകമല്ലേ? ഉറപ്പിക്കാൻ വരട്ടെ, എവിടെയോ പ്രത്യാശയുടെ നറുതിരിവട്ടമുണ്ട്, പ്രതീക്ഷയുടെ ആദ്യ കിരണങ്ങളുണ്ട്. കാത്തിരിക്കാം നമുക്ക്. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.